ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇത് മണ്ണങ്കായാണ്. ഈ മണ്ണങ്കായ കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മണ്ണങ്കായ ഒരു പടന്നയിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കലക്കി വെക്കണം. ഇനി കായ ഇതുപോലെ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് മുറിച്ചെടുക്കുന്നുണ്ട്. തൊലി ഇഷ്ടമുള്ളവർക്ക് തൊലിയോടെ വെക്കാം. ഈ തൊലി ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് നീളത്തിൽ കീറി ഇതുപോലെ 4ആയി കീറി എടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഇതുപോലെ എല്ലാ കായയും മുറിച്ചെടുക്കാം. ഒരു 6 കായ എടുത്തിട്ടുണ്ട്. കായെല്ലാം നല്ലപോലെ 3 പ്രാവശ്യം തിരുമ്പി കഴുകിയെടുത്താൽ കറയെല്ലാം പോയി കിട്ടും. മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് കായ് കഴുകിയെടുക്കുകയാണെങ്കിൽ കറ മുഴുവനായിട്ട് പോയി കിട്ടും. 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് ഇളക്കി അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കായ നല്ലപോലെ വെന്ത് കിട്ടും. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വെള്ളം ഇതിൽ വേണം. ഇനി ഇതിലേക്ക് 5-6 വെളുത്തുള്ളി, ഒരു പിടി തേങ്ങ, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് എല്ലാം കൂടെ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ നോക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കാം. തേങ്ങ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി തീ ഓഫ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊട്ടി വെക്കണം. ഇനി ഇത് വാങ്ങി വെക്കാം. കുറച്ച് സാധനങ്ങൾ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണയാണ് ഈ കായയെല്ലാം കറി വെക്കുമ്പോൾ നല്ലത്. 1/2 ടീസ്പൂൺ കടുകിട്ട്, കടുക് പൊട്ടി വരുമ്പം ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി മുറിച്ചതും, ഒരു പിടി തേങ്ങ, ചെറിയ തേങ്ങയും, കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. ഇതുപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഈ സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. കുരുമുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ കായ ഉപ്പേരി റെഡിയായി. നല്ല സ്വാദാണ് ഈ കായ ഉപ്പേരി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. പുതിയ വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.